മലപ്പുറം ജില്ലയിൽ ദേശീയപാത കടന്നുപോകുന്ന വെട്ടിച്ചിറയിലെ ടോൾ പിരിവിനെതിരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. കോട്ടക്കൽ, തിരൂർ മണ്ഡലം MLA-മാരുടെ നേതൃത്വത്തിൽ ടോൾ ബൂത്തിൽ പ്രതിഷേധ സമരമാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുൻപ് വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് അനുവദിക്കില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. മുബഷിപ്പി അക്ബർ ഉണ്ട് സ്ഥലത്ത് നിന്നും. മുബഷിപ്പി അക്ബർ, ടോൾ പിരിവ് സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? സംഘർഷം അവസാനിച്ചോ? സമരം അവസാനിച്ചോ? ടോൾ പിരിവ് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണോ? ഇന്നാണോ പിരിവ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്? പ്രതിഷേധം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മലപ്പുറം ജില്ലയിൽ ദേശീയപാത NH66 കടന്നു പോകുന്ന വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെ വരുന്ന 31 കിലോമീറ്റർ 39 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരുന്ന ടോൾ പിരിവ്, ഞാനിപ്പോൾ നിൽക്കുന്ന വെട്ടിച്ചിറ ഭാഗത്താണ് ഇന്ന് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ടോൾ പിരിവിനെതിരെയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ, മുസ്ലിം ലീഗ് ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ നാട്ടുകാരുടെ സംഘടനകൾ, ബസ് ഓണേഴ്സ് പോലെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം, അതായത് കൂരിയാട് നേരത്തെ പാലം തകർന്നത് മൂലം നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കുറ്റിപ്പുറം ഭാഗത്താണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയായിട്ടില്ല. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാതെ ഒരു മേഖലയിൽ ടോൾ പിരിവ് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ തിരൂർ, കോട്ടക്കൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ വലിയൊരു പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുന്നത്. ബസ് ഓണേഴ്സിന്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് നിങ്ങളുടെയും പ്രശ്നം നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിവ് ആരംഭിച്ചു എന്നുള്ളതാണോ, അതോ നിങ്ങളുടെ സർവീസിനെ ഉൾപ്പെടെ ഇത് ബാധിക്കും എന്നുള്ളതാണോ? നമ്മളെ പ്രശ്നം നിർമ്മാണം പൂർത്തിയായതോ ആകാത്തതോ അല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല. ഇവിടെ ഒരു ട്രിപ്പിന് 250 റുപ്യാണ് ഇവർ ടോള് ഈടാക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ രാവിലെയാണ് ഞങ്ങൾക്ക് ആ വിവരം കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു 3 ട്രിപ്പ് മുതൽ 7 ട്രിപ്പ് വരെ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കോട്ടക്കൽ വളാഞ്ചേരിയും അതുപോലെ തന്നെ തിരൂർ വളാഞ്ചേരി സർവീസ് നടത്തുന്ന ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ. അതിലുപരി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ഒട്ടനവധി ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണിത്. ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 ട്രിപ്പ് എന്ന് പറയുന്നത് 14 സിംഗിൾ ട്രിപ്പുകളായി. 14 ട്രിപ്പിന് 250 വെച്ച് ഏകദേശം 3000-ലേറെ 4000 റുപ്പോളം 4000-4500 ഒക്കെ ടോൾ എടുക്കുന്ന ബസ്സുകൾ ഇതിൽ കടന്നു പോകുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അധികൃതരായി നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ജില്ലാ സൂപ്രണ്ടും ജില്ലാ കളക്ടറും നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ നിന്ന് നല്ലൊരു ബസ് സർവീസ് നടത്താൻ പറ്റിയൊരു തീരുമാനം കളക്ടറിൽ നിന്നും ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അരുൺകുമാർ, ബസ് ഓണേഴ്സിന്റെ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ടോൾ പിരിവ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മൂലം ഗതാഗതം ചെറിയ തോതിൽ ഇവിടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയപാതയുടെ നിർമ്മാണം, ഒരു ഭാഗത്ത് കൂരിയാട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല, മറുഭാഗത്ത് കുറ്റിപ്പുറം പോലെയുള്ള ഇടങ്ങളിലും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇവിടെ ടോൾ പിരിവ് നടത്തുക എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വലിയ തോതിൽ പൈസ പിരിക്കുന്ന ഒരു ടോൾ പിരിവുള്ള കേന്ദ്രം കൂടിയാണ് വെട്ടിച്ചിറ. ഈ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചതിനു ശേഷമേ ടോൾ പിരിവ് ആരംഭിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ടോൾ പിരിവ് തുടരുന്നുണ്ട് അല്ലേ? തീർച്ചയായും ടോൾ പിരിവ് ഇപ്പോൾ തുടരുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, വാഹനങ്ങളൊക്കെ തന്നെ ടോൾ പിരിക്കുന്നുണ്ട്. ചെറിയ സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് അവർ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഉപകരണങ്ങൾ അത് ചില ഘട്ടങ്ങളിൽ പ്രവർത്തനരഹിതമായി പോകുന്നുണ്ട്. അതുമൂലം ഗതാഗത തടസ്സം ചെറിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. നാട്ടുകാർ അതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവ് ചർച്ചയിൽ ഒരു പരിഹാരമാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നാട്ടുകാരുടെ ആശങ്കകളും ഒക്കെ പരിഹരിച്ചു വേണമല്ലോ മുന്നോട്ട് പോകാൻ.